ഹരേ കൃഷ്ണ. നമുക്കിനി 9ാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത്. 9ാമത്തെ ശ്ലോകം. പശ്യേശമേനാര്യമനന്താദ്യേ പരാത്മനി ത്വയ്യപി മായിനി മായാം വിദത്യേക്ഷിതുമാത്മവൈഭവം ഹ്യഹം കിയാനൈച്ഛമിവാർച്ചിരഗ്നൗ. പശ്യേശ, പശ്യ, ഈശ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പശ്യേശ. പശ്യ എന്ന് പറഞ്ഞാൽ ഭഗവാനെ അവിടുന്ന് കണ്ടാലും അങ്ങ് നോക്കിയാലും, ഈശ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനായിട്ടുള്ള, സർവ്വതിൻ്റെയും നിയാമിതനായിട്ടുള്ള, സർവചരാചരങ്ങൾക്കും നാഥനായിട്ടുള്ള അല്ലയോ ഭഗവാനെ അവിടുന്ന് നോക്കിയാലും എന്ത്? മേനാര്യമനന്ത, മേ അനാര്യം അനന്ത, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് മേനാര്യമനന്ത. മേ എന്ന് പറഞ്ഞാൽ എൻ്റെ, അനാര്യം എന്ന് പറഞ്ഞാൽ ഒട്ടും ആര്യമല്ലാത്തത്, എൻ്റെ ശ്രേഷ്ഠമല്ലാത്ത അഥവാ എൻ്റെ അവിവേകമായിട്ടുള്ള, അനന്ത ആദ്യേ, അനന്ത എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്തവനായിട്ടുള്ള, അനന്ത ആദ്യേ എന്നുകൂടി പറഞ്ഞു. ആദ്യേ എന്ന് പറഞ്ഞാൽ ഭഗവാനെ എല്ലാത്തിനും ആദിയിലുണ്ടായിരുന്നവനായിട്ടുള്ള, സകല കാരണമായും ഇരിക്കുന്ന, എല്ലാത്തിനും ആദ്യം അല്ലെ, എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ടാവണം. കാരണമില്ലാതെ ഒരിക്കലും കാര്യമുണ്ടാവുകയില്ല. അപ്പോൾ എല്ലാത്തിനും കാരണസ്വരൂപനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, അനന്തനായിട്ടുള്ള, അന്തമില്ലാത്തതായിട്ടുള്ള, നാശരഹിതനായിട്ടുള്ള അല്ലയോ ഭഗവാനെ അങ്ങ് കണ്ടാലും എൻ്റെ ഈ അവിവേകം പരാത്മനി ത്വയ്യപി മായിനി. പരാത്മനി ഭഗവാനെ സർവ ജീവജാലങ്ങൾക്കും നിയന്താവായിരിക്കുന്ന, എല്ലാ ചരാചരങ്ങളിലും ആത്മസ്വരൂപത്തിൽ കുടികൊള്ളുന്നവനായിട്ടുള്ള അല്ലയോ ഭഗവാനെ, ത്വയി അപി, ത്വയി അപി ഇങ്ങനെ 2 വാക്കുകളാണ്. അതായത് അങ്ങയിലും നിന്തിരുവടിയിലും ഭഗവാനെ മായിനി, മായികളുടെ നേരെയും മായ പ്രയോഗിക്കുന്നതിൽ ഏറ്റവും സമർത്ഥനായിട്ടുള്ളവനാണ് ഭഗവാനെ അവിടുന്ന്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് പൂതനയുടെ കാര്യത്തിലാണ്. പൂതന ഏറ്റവും മനോഹരമായ ഒരു മായാവേഷം കെട്ടിയിട്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത്. അതിസുന്ദരിയായിട്ടുള്ള ഒരു ഗോപസ്ത്രീയുടെ രൂപത്തിലൊക്കെയാണ് വരുന്നത്. പക്ഷേ വന്നത് ആരുടെ അടുത്തേക്കാ? സർവമായകളുടെയും നാഥനായിട്ടുള്ള, സർവമായകളുടെയും ഇരിപ്പിടമായിട്ടുള്ള, അതേസമയം എല്ലാ മായകൾക്കും അതീതനായിട്ടുള്ള, മായ കൊണ്ട് പ്രാപിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ഭഗവാനെ പ്രാപിക്കുവാൻ വന്നപ്പോൾ ഭഗവാന്റെ മായയിൽ പെട്ടുപോയി മായാരൂപം പൂണ്ട പൂതന. അപ്പോൾ സർവമായകൾക്കും ഇരിപ്പിടമായിരിക്കുന്ന, അല്ലെങ്കിൽ സർവമായകളെയും മോഹിപ്പിക്കുന്നതായിട്ടുള്ള മായയോട് കൂടിയവനായ അല്ലയോ ഭഗവാനെ, ആദ്യന്തരഹിതനായിട്ടുള്ള ഭഗവാനെ, മായാം വിദത്യേക്ഷിതുമാത്മവൈഭവം, മായയെ വിദത്യേക്ഷിതുമാത്മവൈഭവം, വിദത്യ ഈക്ഷിതും ആത്മവൈഭവം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് വിദത്യേക്ഷിതും ആത്മവൈഭവം. വിദത്യ എന്ന് പറഞ്ഞാൽ വിസ്തരിച്ചിട്ട്, ഈ മായയെ വിസ്തരിച്ചിട്ട്, ആത്മവൈഭവം, ഈക്ഷിതും എന്ന് പറഞ്ഞാൽ നോക്കുവാനായിക്കൊണ്ട്, എന്ത്? ആത്മവൈഭവം, എൻ്റെ വൈഭവത്തെ, അതായത് അങ്ങയെ ഞാൻ എൻ്റെ മായ കൊണ്ട് അങ്ങയുടെ പശുക്കിടാങ്ങളെയും അങ്ങയുടെ സുഹൃത്തുക്കളെയും ഒക്കെ മറച്ചു വെച്ചിട്ട് എൻ്റെ മായ കൊണ്ട് ഞാൻ അങ്ങയെ ഒന്ന് മോഹിപ്പിക്കുവാൻ ശ്രമിച്ചു. കാരണം എൻ്റെ വൈഭവത്തിൽ, എൻ്റെ കേമത്വത്തിൽ ഞാൻ വല്ലാതെ ഗർവ് കൊണ്ടിരുന്നു, ഞാൻ വല്ലാതെ അഭിമാനിച്ചിരുന്നു. ഭഗവാനെ, മായയ്ക്കതീതനായ അങ്ങയെ ഞാൻ
എൻ്റെ മായ കാട്ടി മോഹിപ്പിക്കുവാൻ ശ്രമിച്ചുവല്ലോ. എൻ്റെ അവിവേകത്തെ അവിടുന്ന് കണ്ടാലും. ഹ്യഹം കിയാനൈച്ഛമിവാർച്ചിരാഗ്നൗ. ഹ്യഹം, ഹി അഹം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഹ്യഹം. അഹം എന്നാൽ ഞാൻ. കിയാനൈച്ഛമിവാർച്ചിരാഗ്നൗ. കിയാൻ, ഐച്ഛം, ഇവ, അർച്ചിഹി, അഗ്നൗ, ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ അവിടെ വരുന്നുണ്ട്. കിയാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തുമാത്രം എൻ്റെ ഒരു അവിവേകമാണ്, എന്തുമാത്രം ഞാൻ എൻ്റെ ഗർവിൽ ഭഗവാനെ അഹങ്കാരം കൊണ്ടു, മതം കൊണ്ടു, എൻ്റെ ആ ഒരു മായാവൈഭവത്തെ ഞാൻ എത്രമാത്രം അതൊന്ന് കണ്ട് ആസ്വദിക്കുവാൻ, അങ്ങയെ എൻ്റെ മായ കാട്ടി മോഹിപ്പിച്ചിട്ട് എൻ്റെ ആ മായാവൈഭവത്തിൽ ഞാനൊന്ന് ആനന്ദിക്കുവാൻ, ഒന്ന് ഗർവം കൊള്ളുവാൻ എത്രമാത്രം ഞാൻ കൊതിച്ചു, അല്ലെങ്കിൽ എത്രമാത്രം എൻ്റെ ഉള്ളിൽ അവിവേകമുണ്ടായി. എപ്രകാരമാണെന്ന് വെച്ചാൽ, ഇച്ഛം ഇവ അർച്ചിരഗ്നൗ. ഇച്ഛം, ഐച്ഛം എന്ന് പറഞ്ഞാൽ, ക്ഷമിക്കണം, ഐച്ഛം, കിയാൻ ഐച്ഛം. ഐച്ഛം എന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ഛിച്ചു, ആഗ്രഹിച്ചു. എപ്രകാരമാണ് ഞാൻ ആ ഒരു അവിവേകം കൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടായതെന്നാണെങ്കിൽ, ഇവ എന്ന പോലെ അർച്ചിഹി അഗ്നവു. അഗ്നൗ എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ, അർച്ചിഹി അർച്ചിസ് എന്ന പോലെ. ഇവിടെ ബ്രഹ്മാവ് തൻ്റെ ഈ അവിവേകത്തെ തിരിച്ചറിയുകയാണ്. ഭഗവാനെ മായ കാട്ടി മോഹിപ്പിക്കുവാൻ ശ്രമിച്ച തൻ്റെ ഈ അവിവേകത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭഗവാനോടൊരു ക്ഷമാപണം എന്ന പോലെ പറയുകയാണ്. എൻ്റെ ഈ അവിവേകത്തെ എൻ്റെ ഭഗവാനെ അവിടുന്ന് കണ്ടാലും സർവമായകൾക്കും ഒന്ന് സ്പർശിക്കുവാൻ പോലും കഴിയാത്തതായിട്ടുള്ള അങ്ങയെ ഞാൻ എൻ്റെ മായ കാട്ടി മോഹിപ്പിക്കുവാൻ ശ്രമിച്ചുവല്ലോ. അങ്ങാകട്ടെ സർവ്വതിനെയും അങ്ങയുടെ മായാവൈഭവം കൊണ്ട് മോഹിപ്പിക്കുന്നവനാണല്ലോ. അങ്ങനെയുള്ള ഭഗവാനെ, അഗ്നിയിൽ നിന്നും പുറപ്പെട്ട ഒരു തീനാളം ആ അഗ്നിയെ തന്നെ തപിപ്പിക്കുവാൻ ശ്രമിക്കുന്നതുപോലെ അങ്ങയിൽ നിന്നും ഉത്ഭവിച്ച ഞാൻ, അങ്ങയുടെ മായാവൈഭവത്താൽ ഉത്ഭവിക്കപ്പെട്ട ഞാൻ എൻ്റെ മായ കൊണ്ട് അങ്ങയെ മോഹിപ്പിക്കുവാൻ ശ്രമിച്ചുവല്ലോ, ആഗ്രഹിച്ചുവല്ലോ. അങ്ങനെ ഞാനൊന്ന് കൊതിച്ചു പോയല്ലോ ഒരു നിമിഷം. എന്തൊരു അവിവേകമാണ് ഭഗവാനെ ഈ ഉള്ളവൻ്റെ. അങ്ങ് കണ്ടാലും, അതായത് പരോക്ഷമായിട്ടൊരു ക്ഷമാപണമാണ്. എൻ്റെ ഈ അവിവേകത്തെ അവിടുന്ന് കണ്ടാലും ഇപ്പോൾ തൻ്റെ അവിവേകത്തെ സ്വയം തിരിച്ചറിഞ്ഞിട്ട് ഭഗവാനോട് പറയുകയാണ്, എന്തൊരു അവിവേകമാണ് ഭഗവാനെ ഞാൻ കാണിച്ചത് എന്ന് ഭഗവാനോട് പറയാണ്. ഇങ്ങനെ ഒരു ഇച്ഛ, ഒരു അല്പമാത്രമായിട്ടുള്ള, യാതൊരു മൂല്യവുമില്ലാത്തതായിട്ടുള്ള, എത്ര നിസ്സാരമായിട്ടുള്ള, എത്ര പരിഹാസ്യമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ ഉള്ളിലുണ്ടായത്. എല്ലാത്തിനും അധിഷ്ഠാനമായിരിക്കുന്ന നിന്തിരുവടിയെ മോഹിപ്പിക്കുവാൻ എൻ്റെ ഈ അവിവേകം എന്നെ പ്രേരിപ്പിച്ചുവല്ലോ. വല്ലാത്തൊരു സാഹസമായിപ്പോയി ഞാൻ ചെയ്തത്, വല്ലാത്തൊരു അവിവേകമായിപ്പോയി ഞാൻ ചെയ്തത്. ഭഗവാനെ അവിടുന്ന് ഒന്ന് കണ്ടാലും എൻ്റെ ഈ അവിവേകത്തെ എന്ന് പറഞ്ഞാൽ, ഇരുട്ടിലേക്ക് വെളിച്ചമൊന്ന് കാണിച്ചാൽ അവിടെ പിന്നെ ഇരുട്ടില്ലാതെയാവുന്നത് പോലെ എൻ്റെ ഈ അവിവേകത്തിലേക്ക് അങ്ങൊന്ന് കടാക്ഷിക്കുകയേ വേണ്ടൂ. എൻ്റെ ഈ അവിവേകമൊക്കെ തീർന്ന എന്നിൽ വിവേകമുദിക്കുവാൻ എൻ്റെ അവിവേകത്തെ പൊറുക്കണമേ ഭഗവാനെ എന്ന് ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പശ്യേശ മേനാര്യമനന്താദ്യേ പരാത്മനി ത്വയ്യപി മായിനി മായാം വിദത്യേക്ഷിതുമാത്മവൈഭവം ഹ്യഹം കിയാനൈച്ഛമിവാർച്ചിരാഗ്നൗ. ഇനിയും ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മേനാര്യമനന്ത, മേ അനാര്യമാണ്, അകാരം പറയരുത്. വിശ്ലേഷണമുണ്ട്, എകാരം നീട്ടിയെടുത്താൽ മതിയാകും. അതുപോലെ അനന്ത എന്നുള്ളിടത്ത് മായുടെ അകാരം ശ്രദ്ധിക്കുക. മേനാര്യമനന്ത. പിന്നെ അടുത്തത് ത്വയി അപി. ത്വയി അപിയാണ്, പദം പിരിക്കേണ്ട, അകാരം കൊടുത്തു വായിച്ചാൽ മതിയാവും. ത്വയി അപി. പിന്നെ അടുത്തത് വിദത്യേക്ഷിതുമാത്മവൈഭവം. അവിടെ വിദത്യ ഈക്ഷിതും ആത്മവൈഭവമാണ്, അവിടെ മായയുടെ അകാരം നീട്ടിയെടുക്കുക. അതുപോലെ ഹ്യഹം, ഹി അഹം, ഞാൻ എന്നുള്ളത് അവിടെ ഉറപ്പിച്ചു പറയുക, എൻ്റെ ഈ അവിവേകത്തെ കാണിക്കുവാൻ. അതുകൊണ്ട്
ഹ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്ത കിയാനൈച്ചം ഇവാർച്ചിരഗ്നൗ. അവിടെ കിയാൻ ഐച്ചം ഇവ ആണ് മായുടെ ഇകാരം ശ്രദ്ധിക്കുക. അതുപോലെ ഇവ അർച്ചിയാണ്. ഇവ അർച്ചിരഗ്നൗ രായുടെ അകാരവും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദത്യേക്ഷിതും ആത്മവൈഭവം കിയാനൈച്ചം ഇവാർച്ചിരഗ്നൗ. അത് രണ്ടും കഴിയുന്നതും പദങ്ങൾ പിരിക്കാതെ ചേർത്ത് തന്നെ വായിക്കുവാൻ ശ്രമിക്കുക. ഇനി അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. അത ക്ഷമസ്വാച്യുതമേ രജോ ഭുവോ ഹ്യജാനതസ്ത്വത്പൃഥഗീശമാനിനഃ അജാവലേപാന്ധതമോന്ധചക്ഷുഷ ഏഷോനുകമ്പ്യോ മയി നാഥവാനിതി. അത ക്ഷമസ്വാച്യുത. അത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ, ഇത് കാരണമായിട്ട് ക്ഷമസ്വാച്യുത, ക്ഷമസ്വ അച്യുത 2 വാക്കുകളാണ് അവിടെ. ക്ഷമസ്വ ഭഗവാനെ ക്ഷമിച്ചാലും, ഈ ഉള്ളവനോട് ക്ഷമിച്ചാലും, അച്യുത ച്യുതിയില്ലാത്തവനെ, നാശമില്ലാത്തവനായിട്ടുള്ളവനെ ഭഗവാനെ, മേ രജോഭുവോ, മേ എന്നോട്, എൻ്റെ, രജോഭുവോ രജസ്സിൽ നിന്നും ഭുവനായ രജോ ഗുണത്തിൽ നിന്നും ഉത്ഭവിച്ചവനും, ഹ്യജാനതസ്ത്വത്പൃഥഗീശമാന, ഹി അജാനതഃ ത്വത്പൃഥഗീശമാനിന. ഇങ്ങനെ 3 വാക്കുകൾ വരുന്നുണ്ട് അവിടെ. ഹി എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു പറയുകയാണ്, ഞാനാകട്ടെ രജോഭുവ, രജോ ഗുണത്തിൽ നിന്നും ഉത്ഭവിച്ചവനാണ്. രജോ ഗുണത്തിലാണ് സൃഷ്ടികൾ വരുന്നത്. സൃഷ്ടിയുടെ കർത്താവായിട്ടുള്ള ബ്രഹ്മാവ് പറയുകയാണ്, ഭഗവാനെ ഞാനാകട്ടെ രജോ ഗുണത്തിൽ നിന്നും ഉത്ഭവിച്ചവനാണ്. അതുകൊണ്ട് തന്നെ അജാനത, ഹി അജാനത, അതുകൊണ്ട് തന്നെ എനിക്ക് എന്തുണ്ട്? അജാനത, അറിവില്ലായ്മയുണ്ട്. എന്നിൽ അറിവില്ലായ്മയുണ്ടായിരിക്കുന്നു. അഥവാ അറിവില്ലായ്മയിൽ നിന്നുമാണ് ഞാൻ ആ ഒരു വേണ്ട തത്വത്തെ, ആ അറിയേണ്ട തത്വത്തെ വേണ്ട വിധത്തിൽ അറിയാതെ ഞാൻ രജോ ഗുണത്തിൽ നിന്നും ഉത്ഭവിച്ച ഞാൻ ത്വത് പൃഥഗീശമാനഃ. ത്വത് എന്ന് പറഞ്ഞാൽ അങ്ങയിൽ നിന്നും, പൃഥക് എന്ന് പറഞ്ഞാൽ വേറെ, അങ്ങയിൽ നിന്നും ഭിന്നനാണെന്നും, ഈശമാനിനഃ ഈശ്വരനുമാണെന്നുള്ള വിചാരം ഉള്ളവനും. അപ്പോൾ അങ്ങയിൽ നിന്നും വേർപെട്ടവനാണ്, അങ്ങയിൽ നിന്നും ഭിന്നനായി ഞാനില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്വയം ഈശ്വരനാണെന്ന് കരുതി അങ്ങയെപ്പോലും മോഹിപ്പിക്കുവാൻ ഒരുമ്പെട്ടുവല്ലോ. അതിനൊക്കെ കാരണം ഭഗവാനെ എൻ്റെ ഉള്ളിലെ ഈ അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്. രജോ ഗുണത്തിൽ നിന്നും ഉത്ഭവിച്ച ഞാൻ, അല്ലയോ ച്യുതിയില്ലാത്തവനായിട്ടുള്ള ഭഗവാനെ, അങ്ങയിൽ നിന്നും ഭിന്നനായി സ്വയം ഈശ്വരനാണെന്ന് ധരിച്ച എൻ്റെ അവിവേകമുണ്ടല്ലോ ഭഗവാനെ, അത് പൊറുക്കേണമേ. പിന്നെയോ അജാവലേപാന്ധതമോന്ധചക്ഷുഷ. അജൻ എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്തവൻ, അഥവാ ഇവിടെ സൃഷ്ടികർത്താവ് എന്നുള്ള ഒരു അവലേപ അന്ധതമ, അങ്ങനെയുള്ള ഒരു മതമാകുന്ന ഒരു അന്ധകാരത്താൽ, ഒരു ഇരുട്ടിനാൽ എന്തുപറ്റി? അന്ധചക്ഷുഷ, എൻ്റെ വിവേകത്തിൻ്റെ കണ്ണുകൾ അടഞ്ഞു പോയിരിക്കുന്നു, എന്നിൽ വിവേകം നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള എൻ്റെ യേശോനുകമ്പ്യോ മയി നാഥവാനിതി. ഏഷഹ അനുകമ്പ്യ എന്ന് പറഞ്ഞാൽ ഒരു അനുകമ്പ വിചാരിക്കുവാൻ, എന്നിലൊരു അനുകമ്പയുണ്ടാകണമേ ഭഗവാനെ. ഏഷ എന്ന് പറഞ്ഞാൽ ഇവൻ, മയി എന്ന് പറഞ്ഞാൽ എന്നില, നാഥവാനിതി, നാഥവാൻ എന്ന് പറഞ്ഞാൽ നാഥനുള്ളവൻ, ഇതി എന്ന, അതായത് എനിക്ക് ഞാൻ സ്വയം ഈശ്വരനാണെന്ന് ധരിച്ച് അവിവേകം കൊണ്ട് ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിരിക്കുന്നു ഭഗവാനെ. എൻ്റെ ഈ വിവരക്കേടിനെ, എൻ്റെ ഈ അജ്ഞാന അന്ധകാരത്തെ അവിടുന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് എന്നോട് പൊറുക്കേണമേ ഭഗവാനെ. ക്ഷമസ്വാച്യുത, അല്ലയോ ഭഗവാനെ, ച്യുതിയില്ലാത്തവനായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് പൊറുക്കേണമേ. അങ്ങയിൽ നിന്നും ഭിന്നനാണ് ഞാനെന്ന് ധരിച്ചത് എൻ്റെ തെറ്റുകൊണ്ടല്ല, ഞാൻ ഉത്ഭവിച്ചത് തന്നെ രജോ ഗുണത്തിൽ നിന്നാണ്. ആ രജോ ഗുണത്തിൽ പിറന്ന എന്നിൽ
ഒരല്പം മതമുണ്ടായിപ്പോയി. ഞാൻ അങ്ങയിൽ നിന്നും ഭിന്നനാണ്. അഥവാ എനിക്ക് അങ്ങയുടെ സഹായമൊന്നും കൂടിയിട്ടല്ല ഞാൻ ഈ സൃഷ്ടികർമ്മങ്ങളൊക്കെ ചെയ്യുന്ന, എൻ്റെ കേമത്വം കൊണ്ടാണ് എന്ന് ഞാനൊന്ന് ചിന്തിച്ചു പോയി ഭഗവാനെ. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ സ്വയം ഞാനൊരു ഈശ്വരനാണെന്ന് തോന്നലുണ്ടായി. ആ തോന്നൽ വന്നപ്പോൾ ആ ഒരു മതം, അഹങ്കാരം എൻ്റെ ഉള്ളിൽ അറിവിൻ്റെ ജ്വാലകളെയൊക്കെ അണച്ച് അജ്ഞാന അന്ധകാരത്തിൽ മുങ്ങിത്താണു പോകുവാൻ എന്നെ നിർബന്ധിതനാക്കി. അതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് തോന്നി, ആ അജ്ഞാനത്തിൽപ്പെട്ട് ഉഴലുമ്പോൾ എനിക്ക് തോന്നി, ഞാൻ എന്തോ കേമനാണല്ലോ, ഈ കാലിച്ചക്കനെ ഒന്ന് പരീക്ഷിച്ചാലോ. ഭഗവാനല്ലല്ലോ, വെറും കാലിച്ചക്കനല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് ഒരുമ്പെട്ടത്. ഭഗവാനെ, അച്യുതനായിട്ടുള്ള ഭഗവാനെ, അങ്ങയിൽ നിന്ന് വേർപെട്ട് ഞാനില്ല എന്ന സത്യം ഇന്ന് ഞാൻ അറിയുന്നു. മായാരഹിതനായ ഭഗവാനെ, അവിടുന്ന് എൻ്റെ ഈ അറിവില്ലായ്മയെ കണ്ട് എന്നിൽ അലിവുണ്ടാകണമേ. എന്തിനാ? എനിക്ക് നാഥൻ അങ്ങാണെന്നുള്ള ബോധം എന്നിലുണ്ടാകുവാൻ, എൻ്റെ ഉള്ളിലെ അറിവില്ലായ്മ നീങ്ങുവാൻ, അതിന് അവിടുത്തെ ഒരു കാരുണ്യമുണ്ടാവേണമേ. എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ അറിവില്ലായ്മയോട് എന്നോട് പൊറുക്കണമേ. അങ്ങ് ഉപേക്ഷിച്ചാൽ എനിക്ക് മറ്റാരുമില്ല ഭഗവാനെ. അങ്ങ് കൈവിടരുതേ. അങ്ങ് തെറ്റുകുറ്റങ്ങൾ പൊറുക്കണമേ. അങ്ങ് കാത്തുകൊള്ളണമേ. എന്നോട് ക്ഷമ ഉണ്ടാകുവാൻ, എന്നോട് അലിവുണ്ടാകുവാൻ, എന്നിൽ അനുകമ്പയുണ്ടാകുവാൻ അവിടുത്തെ കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ആ കൃപയുണ്ടാകണമെങ്കിൽ ഭഗവാനെ, അവിടുത്തേക്ക് ആ ഒരു തോന്നലുണ്ടാകണമേ. അങ്ങ് ഉപേക്ഷിച്ചാൽ ഈ ഉള്ളവന് ആരുമില്ല എന്ന് അവിടുത്തെ ഉള്ളിൽ ആ ഒരു കൃപയുണ്ടാവേണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇന്ന് ബ്രഹ്മാവ് സ്വയം തിരിച്ചറിഞ്ഞിരിക്കുന്നു, തൻ്റെ ആ ഒരു മതം തന്നിലുണ്ടാക്കിയ അവിവേകം, തൻ്റെ കർമ്മങ്ങളിൽ വരുത്തിയ അവിവേകത്തിൻ്റെ അറിവില്ലായ്മയുടെ കരിനിഴൽ, തൻ്റെ ഉള്ളിലെ അവിവേകമാണ് തന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. തൻ്റെ ഉള്ളിൽ ആ അഹങ്കാരമുണ്ടായിപ്പോയല്ലോ. അത് ഭഗവാനോട് തന്നെ പറയുകയാണ്, അത് മാറ്റിത്തരയണമേ. അവിടുന്ന് മാത്രമാണ് നാഥൻ. അവിടുന്ന് ഇല്ലാതെ എനിക്ക് പറ്റില്ല ഭഗവാനെ. നമ്മളുമൊക്കെ ഏതൊരു സങ്കടം വരുമ്പോഴും ഭഗവാനോട് എന്താ പറയുന്നത്? ഭഗവാനെ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയും പോലെ ഇവിടെ ബ്രഹ്മാവും അത് തന്നെയാണ് പറയുന്നത്. എന്നെ കൈവിടല്ലേ എന്ന് അപേക്ഷിക്കുകയാണ്. എനിക്ക് നാഥനായി നീയേ ഉള്ളൂ ഭഗവാനെ എന്ന് അപേക്ഷിക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അത ക്ഷമസ്വാച്യുതമേ രജോ ഭുവോ ഹ്യജാനതസ്ത്വത്പൃഥഗീശമാനിന അജാവലേപാന്ധതമോന്ധചക്ഷുഷ ഏഷോനുകമ്പ്യോ മയി നാഥവാനിതി. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത, രണ്ടാമത്തെ വരിയുടെ അവസാനം ഈശമാനിന എന്ന് പറയുന്നിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്ത ക്ഷമസ്വാച്യുത, ക്ഷമസ്വ അച്യുതാണ്, അവിടെ അകാരം ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ വരിയും മൂന്നാമത്തെ വരിയും കഴിയുന്നതും പദം പിരിക്കാതെ ചേർത്ത് തന്നെ വായിക്കുവാൻ ശ്രമിക്കുക. ഹ്യജാനതസ്ത്വത്പൃഥഗീശമാനിന, അവിടെ വിസർഗമുള്ളതുകൊണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുകയും വേണം. അതുപോലെ ഈശമാനിന, പൃഥഗീശമാനിന, അവിടെ ഇകാരം ശ്രദ്ധിക്കുക. അതേപോലെ അജാവലേപാന്ധതമോന്ധചക്ഷുഷ, അവിടെയും കഴിയുന്നതും പദം പിരിക്കാതെ വായിക്കുക. പിന്നൊന്ന് തമോന്ധചക്ഷുഷ, ഇടയ്ക്കൊരു വിശ്ലേഷണം ഉള്ളത് കൊണ്ട് തന്നെ ഒകാരം നീട്ടിയെടുക്കുക. അതുപോലെയാണ് ഏഷോനുകമ്പ്യോ, അവിടെയും വിശ്ലേഷണം ഉള്ളത് കൊണ്ട് ഒകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്തത് നാഥവാനിതി, നാഥവാൻ ഇതിയാണ്, ഇകാരം ശ്രദ്ധിക്കുക, പദം പിരിക്കണ്ട അവിടെ. ഇനി അടുത്തത് 11ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.